നമസ്കാരം, എല്ലാവർക്കും AK മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും തുക വകയിരുത്തി ഓരോ വിദ്യാർത്ഥികൾക്കും പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് കിറ്റ് വിതരണം നടക്കുന്നത്. സർക്കാർ സ്കൂളുകളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. കുട്ടികൾക്ക് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ പഠനം നടക്കുന്നത്. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചഭക്ഷണവും പാലും മറ്റു ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ കിറ്റ് രൂപത്തിൽ ഇവർക്ക് നൽകുന്നത്. മഹാമാരിയുടെ വ്യാപനം എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാളും കുട്ടികൾക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരും. നിലവിൽ 5 മാസത്തെ ആനുകൂല്യ വിതരണം നടക്കുന്നത്. സ്കൂളുകൾ വഴി ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അരിയുടെ വിതരണമാണ് പുരോഗമിച്ചു വരുന്നത്. ആദ്യഘട്ടത്തിൽ അരിയുടെ വിതരണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കിറ്റുകളുടെ വിതരണം ഉണ്ടായിരിക്കുക. 2 കിലോ അരി പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും 6 കിലോ അരി ലോവർ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുമാണ് ലഭിക്കുന്നത്. അപ്പർ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 10 കിലോ അരി വീതവുമാണ് നൽകുന്നത്. ഏകദേശം 500 രൂപ വിലമതിക്കുന്ന കിറ്റാണ് ലോവർ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും നൽകുന്നത്. എന്നാൽ 790 രൂപ വിലമതിക്കുന്ന കിറ്റുകൾ ആണ് അപ്പർ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്താൻ കാരണം 5 മാസത്തെ ആനുകൂല്യങ്ങൾ ആയതുകൊണ്ടാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ലോവർ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും കിറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെയാണ്: 500 ഗ്രാം ചെറുപയർ, 500 ഗ്രാം തുവരപ്പരിപ്പ്, 500 ഗ്രാം ഉഴുന്നുപരിപ്പ്, 1 കിലോഗ്രാം വറുത്ത റവ, 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 കിലോഗ്രാം റാഗിപ്പൊടി, 100 ഗ്രാം കടല അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി. ഇതിൽ നിന്നും ഇരട്ടിയായിട്ടാണ് അപ്പർ പ്രൈമറി വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.